ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെയുള്ള വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം കേട്ടോ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. ഞങ്ങൾ മുട്ടിക്കടവ് എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. നിലമ്പൂർ കഴിഞ്ഞിട്ടാണ് ഈ മുട്ടിക്കടവ് എന്ന് പറയുന്ന ഈ സ്ഥലം. ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ എന്താ പോകാൻ റെഡിയായിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ കാറിലൊക്കെ കയറി ഇരുന്നിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം തന്നെ നമുക്ക് അവിടേക്ക് പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ കുട്ടികളൊക്കെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ പോയിട്ട് കളിക്കാനുള്ളൊരു ഉത്സാഹത്തിലാണ് എല്ലാവരും. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ഞങ്ങളിപ്പോൾ മുട്ടിക്കടവ് എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇവിടുന്ന് കുറച്ചുകൂടി ദൂരമുണ്ട്. കൂടുതലായിട്ടൊന്നുമില്ല, ചെറിയൊരു ഇടുങ്ങിയിട്ടുള്ള റോഡാണ് കേട്ടോ. ഈ ഒരു റോഡിലൂടെ കുറച്ചുകൂടി ദൂരം പോയാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും കേട്ടോ. ഇവിടെ അധികവും വീടുകളല്ല, കൃഷികളാണ് കേട്ടോ കാണുന്നത്. വീടുകളുണ്ട്, വളരെ കുറവാണ് കേട്ടോ. ഇവിടെ അധികവും കൃഷികളാണ്. കണ്ടില്ലേ, മഞ്ഞൾ കൃഷി, അതുപോലെ തന്നെ റബ്ബർ, നെല്ല്, ഇവയൊക്കെയാണ് ഇവിടെ അധികവും കാണപ്പെടുന്നത്. നമ്മുടെ പച്ചപ്പ് നിറഞ്ഞ നാട് എന്നൊക്കെ പറയില്ല, അതുപോലുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നല്ല കൃഷിയുള്ളൊരു ഏരിയ ആണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ.
അങ്ങനെ നമ്മളിപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാറിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴി ഫാം ഉണ്ട് കേട്ടോ. ഒരു 3-4 റൂമായിട്ടാണ് ഇവിടെ ഫാം ഉള്ളത്. അപ്പോൾ ഒരു റൂമിൽ മാത്രമേ ഇപ്പോൾ കോഴികളുള്ളൂ കേട്ടോ. അതും വളരെ കുറഞ്ഞ അളവിലുള്ള കോഴികളാണ് കേട്ടോ, ചെറിയ കുഞ്ഞു കോഴികളാണ്. പിന്നെ ഉള്ളത് ഒരു ഏർമാടം പോലുള്ള ഒരു ചെറിയൊരു വീട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഴ ഉണ്ട് കേട്ടോ. പുഴയിൽ വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന്. അപ്പം അതൊക്കെ കാണാനുള്ളൊരു ഇൻട്രസ്റ്റിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഇനി നേരെ നമുക്ക് ആ ഏർമാടം പോലുള്ള ഒരു വീടൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു 5 മിനിറ്റ് നടന്നപ്പോൾ തന്നെ നമ്മൾ ഏർമാടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏർമാടത്തിൻ്റെ താഴെയായിട്ടാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ പുഴയിലേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. നന്നായിട്ട് പുഴയിലുള്ള വെള്ളമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ഏർമാടാണ് നമ്മുടെ പുറകിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ കാടുകളാണ് കേട്ടോ. അപ്പോൾ കാടിൻ്റെ സെൻറ്ററിലായിട്ടൊരു കൊച്ചു വീട്, അതിൻ്റെ തൊട്ടടുത്ത് നല്ലൊരു വലിയൊരു പുഴ. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഏർമാടം എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു കൊച്ചു വീട് എന്ന് തന്നെ പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ തന്നെ വെള്ളമൊക്കെ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ്. മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെ ആ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ നല്ല സീനറി തന്നെയാണ് കേട്ടോ. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നൊരു തിരക്കിലാണ് കേട്ടോ. ഇനി കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പുഴയിലേക്ക് പോവാണ്. അപ്പോൾ ഒരു ടീം ഫസ്റ്റ് പോയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ടീം ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളും കൂടി അവിടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളിപ്പോൾ പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൈഡിലൊക്കെ പച്ചപ്പാണ്. അതുപോലെ തന്നെ സെൻറ്ററിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പുൽക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അതുപോലെ തന്നെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. നമ്മൾ ഇറങ്ങാൻ വിചാരിച്ചിട്ടില്ല എങ്കിലും വെള്ളം നമുക്ക് ഇറങ്ങാനുള്ളൊരു പ്രേരണ നൽകും കേട്ടോ. അത്രയ്ക്കും നല്ല വെള്ളമായിരുന്നു. നമ്മൾ ഇറങ്ങിയ സൈഡിൽ കുറച്ച് വെള്ളം കുറവാണ്. അപ്പുറത്തൊരു സൈഡിൽ വെള്ളം നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വെള്ളം കുറഞ്ഞ ഭാഗത്താണ് കുട്ടികളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പുറത്തെ സൈഡിലാട്ടോ വലിയവരൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് അപ്പുറത്തെ സൈഡിലുള്ള വെള്ളം കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്താണ് വലിയവരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വലിയവരും വലിയ കുട്ടികളൊക്കെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയ കുട്ടികളാണ് അപ്പുറത്ത് നമ്മൾ ഇറങ്ങിയ ആ ഭാഗത്ത് കളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അത്യാവശ്യം വെള്ളം കുറവായിരുന്നു കേട്ടോ. ഇവിടെ നല്ല പോലെ വെള്ളമുണ്ട് കേട്ടോ. നമുക്ക് വലിയവർക്ക് നീന്തി കളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഓരോരുത്തർ നീന്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളമുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മാക്സിമം കളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഈ ഭാഗത്താണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വെള്ളം തീരെ ഇല്ല. അപ്പോൾ കുട്ടികളൊക്കെ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പേടിക്കാതെ അവർ ഒറ്റയ്ക്ക് തന്നെ കളിക്കാൻ വിടാമല്ലോ. അപ്പോൾ കുട്ടികൾ നിൽക്കുമ്പോൾ തന്നെ മുട്ടന് താഴെയായിട്ടാണ് വെള്ളം വരുന്നത് കേട്ടോ. അപ്പോൾ മോളും അതുപോലെ തന്നെ മറ്റു കുട്ടികളൊക്കെ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏകദേശം എല്ലാവരുടെ കളികളും എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് വെള്ളത്തിലൊക്കെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഓരോ തിരക്കിലാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പാറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കയറി ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. മഴ പെയ്യുമെന്നൊന്നും അറിയില്ല കേട്ടോ. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീട്ടിൽ പോകാമെന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അങ്ങനെ കളികളൊക്കെ കഴിഞ്ഞ് മോളൊക്കെ ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തണുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിലൊക്കെ ഇരുന്നുകൊണ്ട് നല്ല പോലെ തണുക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവിടെ അങ്ങനെ ഇരുന്ന സമയത്താണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ വരുന്നത്. ഇപ്പോഴും മുഴുവനായിട്ടും വെള്ളത്തിൽ നിന്ന് കയറിയിട്ടില്ല. കുറച്ച് പേരൊക്കെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കുപ്പായം മുണ്ടൊക്കെ എടുക്കാതെ പോയാ. അങ്ങനെ ഇത് എല്ലാവരുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തണുത്ത് വിറച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും വരുന്നത് കാണാൻ.
അങ്ങനെ ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവർക്കും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു തിരക്കിലാണ്. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും കുട്ടികളും വലിയവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ എല്ലാവരും വെള്ളത്തിലൊക്കെ നന്നായിട്ട് കളിച്ച് നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ നിന്നൊക്കെ കയറി വന്നതിന് ശേഷം എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ കുട്ടികൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് തന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ്, കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരാൻ ഒരുങ്ങുന്നത് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെയാണല്ലോ കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഒരു 2-3 മിനിറ്റ് നടന്നപ്പോൾ തന്നെ നമ്മൾ ഫാമിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫാമിൽ വന്ന് നോക്കുന്ന സമയത്ത് ഫാമിൽ കോഴികളൊന്നുമില്ല. ഒരു ഫാമിൽ ഒരു അറ്റത്തായിട്ട് കുറച്ച് കോഴികൾ, ഈ ഒരു ഫാമിൻ്റെ ഉള്ളിൽ കുറച്ച് കോഴികളുണ്ട്. മറ്റ് 3 ഇപ്പോൾ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ കോഴികളൊന്നും ഇല്ല. അപ്പോൾ അവിടെ കയറി നോക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ ഞാൻ നടന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് കയറിയിട്ടില്ല. ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ കാറിലൊക്കെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ പെട്ടെന്ന് കാറിലൊക്കെ കയറി ഇരുന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.